എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഇന്നത്തെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റമാണ്, ഒരു ഇലത്തോരനാണ്. പക്ഷേ അതിൻ്റെ എന്ത് ഇലയാണ് എന്നുള്ളതാണ് സ്പെഷ്യാലിറ്റി. നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് ചൊറിയണം എന്ന് പറഞ്ഞിട്ടൊരു ചെടിയുണ്ട്. അതായത് അത് നമ്മുടെ സ്കിന്നിൽ എവിടെയെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ചൊറിഞ്ഞ് തടിക്കും, അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉള്ളതാണ്. പക്ഷേ ഈയിടെയാണ് ഞാൻ കേൾക്കുന്നത് അത് ഭയങ്കര മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു പ്ലാന്റ് ആണെന്നും അതിന് ഒരുപാട് ഗുണങ്ങളുണ്ടെന്നും ഒക്കെ ഉള്ളത്. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു തോരനാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ വരുന്ന ഒരു സംശയം എന്ന് പറഞ്ഞാൽ അത് ചൊറിയത്തില്ലേ എന്നുള്ളതാണ്. പിന്നെ ഒരുപാട് പേർക്ക് അറിയായിരിക്കും അതിൻ്റെ മെഡിസിനൽ വാല്യൂവും, അതേപോലെ തന്നെ അത് നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റും എന്നൊക്കെയുള്ള കാര്യം കുറേ പേർക്ക് അറിയായിരിക്കും. പക്ഷേ ഞാനതറിഞ്ഞിട്ട് ഒത്തിരി നാളായിട്ടില്ല. ഇനി അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് ഈ വീഡിയോയിൽ തുടർന്ന് പറയാം. ഇതാണ് ചൊറിയണം എന്ന് പറയുന്ന ചെടി. ഇതിന് ചില നാടുകളിൽ കൊടിത്തൂവ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കൈ വെള്ളയ്ക്ക് ടച്ച് ചെയ്താൽ നമുക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടത്തില്ല എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷേ കൈയുടെ പുറത്തൊക്കെ തന്നെ അത് തൊട്ടാലും നമുക്ക് നന്നായിട്ട് ചൊറിച്ചിൽ അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇല പറിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കയ്യിൽ വെളിച്ചെണ്ണ തടവുന്നത് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ ഒരു കത്രിക ഉപയോഗിച്ചിട്ട് ഒരു കവറിലേക്കോ വല്ലതും മുറിച്ചിടാൻ പറ്റുമെങ്കിൽ അതൊരു എളുപ്പവഴിയാണ്. പിന്നെ ഏറ്റവും സേഫായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്ലൗസ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കയ്യിലൊന്നും അങ്ങനെ ടച്ച് ചെയ്യാനുള്ള സാധ്യത ഇല്ല. നമുക്ക് തോരൻ റെഡിയാക്കുന്നത് അമ്മയാണ്. ഇവിടെ ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് ഞാനുള്ളത്. അപ്പം ഹസ്ബൻഡിൻ്റെ അമ്മയാണ് ഇത് നേരത്തെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ഹസ്ബൻഡിൻ്റെ അച്ഛനാണ് ഇതിനെപ്പറ്റി പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് തോരൻ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഇത് നമ്മൾ ചൊറിയണത്തിൻ്റെ ഇല പറിച്ചിട്ട് വന്നിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ടതിന് ശേഷമുള്ളതാണ്. അപ്പോൾ ചെറിയ ചൂടുവെള്ളത്തിൽ വേണം, അല്ലാതെ തിളച്ച വെള്ളത്തിൽ അതേപടി എടുത്തിടരുത്. കാരണം ഇലയൊക്കെ എല്ലാം ആകെപ്പാടെ ഭയങ്കരമായിട്ട് വാടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം ചൂടിലുള്ള വെള്ളത്തിൽ നമുക്ക് ഇട്ടതിന് ശേഷം എടുത്ത് ഇത് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ചീരത്തോരൻ ഉണ്ടാക്കുന്ന അതേ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയാൽ മതി. പിന്നെ നമ്മളിവിടെ സവാളയും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ തിരുമ്മിയത് വേണം. പിന്നെ മഞ്ഞൾപ്പൊടി വേണം, മുളക് പൊടി വേണം, കുറച്ച് ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും വേണം. ഇപ്പോൾ ഈ മുളക് പൊടിക്ക് പകരം വേണമെങ്കിൽ പച്ചമുളക് ചേർക്കാവുന്നതേ ഉള്ളൂ. വെളുത്തുള്ളി നമ്മൾ ചതച്ചെടുക്കണം. പിന്നെ ഇപ്പം നമ്മൾ ചെയ്യുന്ന രീതിയിലാണെങ്കിൽ എളുപ്പവഴിക്ക് നമ്മളെല്ലാം കൂടി ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒരുമിച്ചൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇലയുടെ കൂടെ മിക്സ് ചെയ്തെടുത്തിട്ട് കടുക് വറുത്ത് അത് ചേർത്തങ്ങ് വേവിച്ചെടുക്കുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മൾ അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഈ മിക്സ് ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അടച്ച് വെച്ച് വേവിച്ചാൽ മതി. ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ തോരൻ റെഡിയാണ്. ഇതിപ്പോൾ ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴിയാണ് നമ്മളിപ്പോൾ കാണിച്ചിരിക്കുന്നത്. അതല്ലാതെ വേണമെങ്കിൽ നമുക്ക് തേങ്ങായും ആ ചേരുവകളും കൂടെ ജസ്റ്റ് ഒന്ന് ചതച്ചതിന് ശേഷം നമുക്ക് ഇലയുടെ കൂടെ ചേർത്ത് കൊടുത്ത് അങ്ങനെയും ചെയ്യാം. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഇലയുടെ ഗുണഗണങ്ങളെക്കുറിച്ച് പറയുവാണെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. ഇതിപ്പോൾ ഈ തോരനായതുകൊണ്ട് എല്ലാവർക്കും ഒരു ഡൗട്ട് കാണുമല്ലോ. അപ്പോൾ അതുകൊണ്ട് കഴിച്ച് കാണിക്കാമെന്ന് വിചാരിച്ചു.